ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവെൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദോഷമായിട്ടൊന്നും എന്നോ എന്റെ താതൻ ചെയ്യുകയില്ല. എന്നെ അവൻ ആടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. എന്നെ അവൻ ആടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. കഷ്ടനഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീരുന്നു ഞാൻ. നമുക്ക് എല്ലാവർക്കും ചേർന്ന് കർത്താവിന് മഹത്വം കൊടുത്തുകൊണ്ട് സ്തോത്രം ചെയ്യാം. പ്രിയ റോസ്മാമിയുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത എല്ലാ കൃപയുടെ വേലകൾക്കായി സ്തോത്രം ചെയ്യാം. ഈ ഭൂമിയിൽ കർത്താവ് തനിക്കൊരു ജീവിതം കൊടുത്തു. ദൈവത്തിന്റെ കൃപയെ അനുഭവിപ്പാൻ, ദൈവിക നന്മകൾ അനുഭവിപ്പാൻ ദൈവം സഹായിച്ചല്ലോ. അതിനായി സ്തോത്രം ചെയ്യാം. എന്റെ ആയുസ്സിൽ കർത്താവായ യേശുവിനെ കണ്ടുമുട്ടുവാൻ, ആത്മീക നന്മകൾ അനുഭവിപ്പാൻ, വിശ്വാസ സ്നാനം സ്വീകരിപ്പാൻ, പരിശുദ്ധാത്മ ശക്തി പ്രാപിച്ച് ദൈവകൃപയിൽ ഇന്നയോടെ നിലനിൽക്കുവാൻ കർത്താവ് സഹായിച്ചല്ലോ. അതിനായി സ്തോത്രം ചെയ്യാം. തന്റെ ഭൗതിക ജീവിതത്തിൽ തനിക്കൊരു കുടുംബ ജീവിതം നൽകി, മക്കളെ നൽകി, ആവശ്യമായ ചുറ്റുപാടുകൾ നൽകി, ഈ ലോകത്തിൽ ജീവിപ്പാൻ ആവശ്യമായിരിക്കുന്ന എല്ലാ നന്മകളും നൽകി കർത്താവ് വഴി നടത്തിയല്ലോ. അതിനായി സ്തോത്രം ചെയ്യാം. എന്റെ ബാല്യം, യൗവനം, വാർദ്ധക്യം എല്ലാ കാലഘട്ടങ്ങളിലും, മായായ എല്ലാ കാലഘട്ടങ്ങളിലും കർത്താവ് തന്നോടുകൂടെ ഇരുന്നല്ലോ. മായാലോകത്തിൽ ജീവിക്കുമ്പോൾ യാഥാർത്ഥ്യമാകുന്ന ക്രിസ്തുവിനോട് ചേർന്ന് ജീവിപ്പാൻ കർത്താവ് എനിക്കിടയാക്കി തീർത്തല്ലോ. അതിനായി സ്തോത്രം ചെയ്യാം. ബാല്യം, യൗവനം മുതലായവ മായ എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. മായയുടെ ബന്ധനത്തിൽ ഈ പ്രപഞ്ചമായിരിക്കുന്നുവെന്നും ദൈവത്തിന്റെ വചനത്തിൽ നാം വായിക്കുന്നു. സത്യത്തെ, സത്യമാകുന്ന ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ തന്റെ ആയുസ്സിൽ തനിക്കിടയാക്കി തീർത്തല്ലോ. യഥാർത്ഥത്തിൽ ഇപ്പോഴാണ് താൻ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നുവെന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയും. താൻ പ്രത്യാശ വെച്ചതായ കർത്താവിന്റെ അടുക്കിലേക്ക് പ്രവേശിപ്പാൻ കർത്താവ് തനിക്കിടയാക്കി തീർത്തല്ലോ. അതിനായി സ്തോത്രം ചെയ്യാം. മാനുഷികമായി നമുക്ക് ദുഃഖവും ഭാരവും പ്രയാസവും ഉണ്ട്. ശേഷ മനുഷ്യരെ പോലെ ദുഃഖിക്കരുതെന്ന് ദൈവത്തിന്റെ വചനത്തിൽ നാം വായിക്കുന്നല്ലോ. നമുക്ക് വലിയൊരു പ്രത്യാശ ദൈവം തന്നിരിക്കുന്നു. ആ പ്രത്യാശ ദൈവം തന്നിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊരു യാത്രയെ ശുശ്രൂഷ ഇവിടെ ക്രമീകരിക്കുവാൻ തക്കവണ്ണം ഇവിടെയായി തീർന്നത്. ഈ ശുശ്രൂഷകളെല്ലാം അനുഗ്രഹമായി തീരണം. ഇവിടെ നടത്തപ്പെടുന്ന ശുശ്രൂഷകളൊന്നും ഈ മാതാവിന് വേണ്ടിയല്ല, ഇവിടെ കടന്നു വന്നിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എല്ലാ ശുശ്രൂഷകളും പരിശുദ്ധാത്മാവ് തന്നെ നടത്തി അനുഗ്രഹമാക്കി തീർക്കണം. അതിനായി സ്തോത്രം ചെയ്യാം.
പുതിയതായി കടന്നു വരേണ്ടുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും തക്ക സമയത്ത് കൊണ്ടുവരേണം. എല്ലാവരും കടന്നു വന്ന് ആശ്വാസം പ്രാപിപ്പാൻ കർത്താവ് കൃപ ചെയ്യണം. അതിനായി സ്തോത്രം ചെയ്യാം. ബന്ധുക്കൾ, സഹോദരങ്ങൾ, ചാർച്ചക്കാർ, പ്രിയപ്പെട്ടവർ ഓരോരുത്തരും അടുത്ത് വന്നിരിക്കുന്നല്ലോ. സർവാശ്വാസങ്ങളുടെ ഉറവിടമായ കർത്താവ് സ്വർഗീയ സമാധാനത്താൽ എല്ലാ ഉള്ളങ്ങളെയും നിറയ്ക്കണമെന്നതിനായി സ്തോത്രം ചെയ്യാം. ഈ ഭവനത്തിന് ഒരു മാതാവ് നഷ്ടമായിരിക്കുന്നു. കർത്താവ് തന്നെ ഈ ഭവനത്തിന് ഒരു മാതാവായി തുടർന്ന് കാണപ്പെടേണം. അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്നുള്ള ദൈവത്തിന്റെ വചനം പ്രിയപ്പെട്ടവർക്ക് അനുഭവമാക്കുവാൻ കർത്താവ് കൃപ ചെയ്യണമെന്നതിനായി സ്തോത്രം ചെയ്യാം. ദൈവം നടത്തി എന്ന് പറയുവാനിടയായി തീർന്നല്ലോ. പലപ്പോഴും തന്റെ വായിൽ നിന്ന് കേൾക്കുന്ന ഒരു വാക്കായിരുന്നു അത്. ദൈവം കഴിഞ്ഞ നാളുകൾ നടത്തി, ഇത്രത്തോളം നടത്തി, ദൈവം നടത്തി എന്നത് വലിയൊരു ധൈര്യമായിരുന്നു. ഈ ഭൂമിയിൽ ദൈവം നടത്തി, ദൈവത്താൽ നടത്തപ്പെട്ടു എന്ന് പറയുവാൻ കർത്താവ് തനിക്കിടയാക്കി തീർത്തല്ലോ. അതിനായി സ്തോത്രം ചെയ്യാം. അനേകം കഷ്ടങ്ങൾ പലപ്പോഴും തനിക്ക് അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്നു. മാനസിക സംഘർഷങ്ങൾ, പ്രയാസങ്ങൾ, അതിലൊക്കെ നടുവിൽ കർത്താവിന്റെ മാർവിൽ ചാരി വിശ്രാമം പ്രാപിപ്പാൻ കർത്താവ് തനിക്കിടയാക്കി തീർത്തല്ലോ. താൻ പ്രിയമെച്ച കർത്താവിന്റെ അടുക്കിലേക്ക് വളരെ സന്തോഷത്തോടെ കടന്നു പോകുവാൻ കർത്താവ് തനിക്കിടയാക്കി തീർത്തല്ലോ. അതിനായി സ്തോത്രം ചെയ്യാം. നാമും നമ്മുടെ ഓട്ടം ഓടിക്കൊണ്ടേയിരിക്കുന്നല്ലോ. നമുക്കും ഒരു അവസാനമുണ്ട് എന്ന ഈ സന്ദർഭങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് നമ്മുടെ കർത്താവിന്റെ മാർവിൽ ചാരിക്കൊണ്ട് നമ്മുടെ ഓട്ടം ഓടി തികയ്ക്കുവാൻ കർത്താവ് കൃപ നൽകേണ്ടതിനായി സ്തോത്രം ചെയ്യാം. സമയത്തിന് ശേഷം ഭൗതിക ശരീരം ശ്വാസഭവനത്തിലേക്ക് കൊണ്ടുപോകും. അവിടെ ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷമാണ് ശുശ്രൂഷകൾ ക്രമീകരിച്ചിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും കർത്താവ് തന്നെ സ്വന്തമായി ഉചിതമായും ചെയ്യണം. ദൈവ സാന്നിധ്യത്തിൽ നടത്തപ്പെടുവാൻ കർത്താവ് കൃപ ചെയ്യണം. അതിനായി സ്തോത്രം ചെയ്യാം. അനുഗ്രഹീതമായി നല്ല പ്രഭാതങ്ങൾ സമയത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്തു. സമയഭേദം കൂടാതെ തൃപ്പാദവിടെ കടന്നു വരുവാൻ, ഞങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടുകൂടി അറിയിപ്പാൻ അങ്ങ് ഈ ഭൂപരപ്പിൽ ഞങ്ങൾക്ക് തരുന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. കാലാകാലങ്ങൾ അങ്ങ് ഞങ്ങളെ വിളിച്ചു വേർതിരിച്ചു. അവിടുത്തെ മക്കളും അവകാശികളുമാക്കി ജീവനും ഭക്തിക്കും വേണ്ടുന്ന ഒക്കെ നൽകി കരുണയോട് കൃപയോട് കാത്ത് അവിടുത്തെ ദയക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ജനപ്രിയ റോസ്മാമിക്ക് ഈ ഭൂമിയിൽ 69 വർഷം ജീവിപ്പാൻ ദൈവ അവസരം കൊടുത്തു. നന്മകളും ഉയർച്ചകളും അനുഗ്രഹങ്ങളും പ്രാപിപ്പാൻ ദൈവ അവസരം നൽകി. കഷ്ടങ്ങളും വേദനയോടെ കടന്നു പോകുമ്പോഴൊക്കെ അങ്ങനെ ശ്രേഷ്ഠ സാന്നിധ്യത്തിന്റെ മറവിടന്ന് മറച്ച് ജയത്തോട് നടത്തി അവിടുത്തെ വിധങ്ങൾക്കായി സ്തോത്രം. തന്നെ പ്രത്യാശ ദൈവം വർദ്ധിപ്പിച്ച് ഇത്രത്തോളം നിലനിർത്തി അവിടുത്തെ വിധങ്ങൾക്കായി സ്തോത്രം. തമ്പുരാന്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടുവാൻ ദൈവം കൊടുത്ത അവസരത്തിനായി സ്തോത്രം. ഇന്ന് നടക്കുന്ന ശുശ്രൂഷകളെല്ലാം അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ. അങ്ങയുടെ നിയോഗവും സാന്നിധ്യവും പരിശുദ്ധാത്മാവിന്റെ ശക്തി ഞങ്ങൾ അനുഭവിപ്പാൻ കർത്താവ് സഹായിക്കണമേ. ഭക്തന്മാരാലുള്ള ഒരു അടക്ക ശുശ്രൂഷ ലഭിപ്പാൻ ദൈവം അവിടുന്ന് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ദാനങ്ങളും അനുഗ്രഹങ്ങളും വെച്ചിരണമേ. പ്രകൃതി അനുകൂലമാക്കണമേ. ശുശ്രൂഷകൾ അനുഗ്രഹമാക്കണമേ. കടന്നു വന്ന എല്ലാ ജനത്തെയും ദൈവം സഹായിക്കണമേ. കുടുംബാംഗങ്ങളെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. തലമുറകൾക്കായി സ്തോത്രം ചെയ്ത് അവരെ ആശ്വസിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകണമേ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും നിയോഗവും ദൈവകൃപയുടെ വല്ലഭത്വം അനുഭവിപ്പാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ദാനങ്ങളും അനുഗ്രഹങ്ങളും നന്മകളും ചെറിയതിനായി സ്തോത്രം. തുടർന്നുള്ള എല്ലാ പ്രവൃത്തികളുടെ മേലും അങ്ങയുടെ സാന്നിധ്യം കൃപയും വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം. ഞങ്ങൾ ചെയ്യുന്നതൊക്കെ മനുഷ്യർക്കല്ല, കർത്താവിനെ നമ്മുടെ മനസ്സോട് ചെയ്ത് ദൈവിക പ്രതിഫലവും നന്മയും പ്രാപിപ്പാൻ ഞങ്ങളെ സഹായിക്കും. പ്രാർത്ഥന യാചന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപ മൂലം കേൾക്കണം പരമപിതാവേ. ഇപ്പോൾ ഒരു പാട്ട് പാടുന്നതാണ്. അതിനുശേഷം ഭൗതിക ശരീരം വിശ്വാസഭവനത്തിലേക്ക് കൊണ്ടുപോകും. ആ സമയത്ത് പ്രിയപ്പെട്ട എല്ലാവർക്കും വന്ന് കാണാനുള്ള അവസരമാണ്.
സ്തോത്രം സ്തോത്രം സ്തോത്രം. ഇപ്പോൾ ഭൗതിക ശരീരം വിശ്വാസഭവനത്തിലേക്ക് എടുക്കുകയാണ്. കാണാനുള്ളവർക്ക് വന്ന് കണ്ടതിന് ശേഷം അധികം താമസിയാതെ നമുക്ക് മുന്നോട്ട് പോകാം. അതെ, ഇപ്പോഴും വന്നവരുണ്ടെങ്കിൽ ഒന്ന് കാണണമെന്നോ ഇവിടെ വെച്ചൊന്ന് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് മുമ്പോട്ട് വന്ന് കാണുക. നമുക്ക് പിന്നെ അങ്ങ് എടുക്കണം. നവയെരുശലേം പാർപ്പിടം തന്നിലെ വാസമോർക്കുമ്പോൾ വാസം ഓർക്കുമ്പോൾ ആനന്ദം കൊണ്ടു നിറയുന്നു മനസ്സെ മോദമേ
മനസ്സേ മോദമേറുന്നേ. ആശ്വാസം നൽകാത്തി പാരിലെ വാസത്താൽ ഉള്ളം നീറുന്നേ, ഉള്ളം നീറുന്നേ. ഈ മരുവാസത്തെ വേർപിരിഞ്ഞിടുവാൻ ആശയെ